ഡേയ് ഡിസ്ക്ലൈമർ മൊത്തം വായിച്ചിട്ട് ബാക്കി വീഡിയോ കാണണേ. ഇന്നത്തെ നമ്മുടെ വിധി എന്ന് പറയുന്നത് തിയേറ്ററുകളിൽ വമ്പൻ ഹിറ്റായ ജനങ്ങൾ ആർത്തുല്ലസിച്ച് റിപ്പീറ്റ് അടിച്ച് കണ്ട KGF ചാപ്റ്റർ 2 അഥവാ നമ്മുടെ റോക്കി പാപ്പന്റെ കഥയുടെ രണ്ടാം ഭാഗം. ഇനി കഥയിലേക്ക് കിടക്കാം. കാം ബോലോ സാബ്. നമ്മുടെ കഥാനായകൻ കൊടൂര വില്ലനായ അധീരമാമനെ കൊല്ലുന്നതാണ് KGF ചാപ്റ്റർ 2. അധീരമാമനെ റോക്കി പാപ്പൻ എങ്ങനെ കൊന്നു? ഇപ്പൊ റോക്കി പാപ്പനാണ് KGFന്റെ മുതലാളി. സൂര്യവർദ്ധന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് കരുതിയിരുന്നത് ഗരുഡൻ ചത്താൽ KGFന്റെ ഭരണം വിരാട് വഴി തങ്ങൾക്ക് കിട്ടുമെന്നാണ്. എന്നാൽ നമ്മുടെ റോക്കി പാപ്പൻ വിരാടിനെ തട്ടി. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ആ ഭരണം എടുത്തു. പാർട്ട്നേഴ്സ് എല്ലാം പാർട്ട് 1 റോക്കി പാപ്പൻ കൊല്ലാൻ നോക്കുന്നു. പാർട്ട് 2 റോക്കി പാപ്പനെ കൊല്ലാൻ നോക്കുന്നു. റോക്കി പാപ്പന്റെ എന്റർടൈൻമെന്റ് ആയ റീന. അല്ല, ഇത്രയും വലിയ കമ്പനി നടത്തിക്കൊണ്ടു പോവാൻ എനിക്കൊരു കമ്പനി വേണ്ട. എന്റർടൈൻമെന്റ്. യു ആർ മൈ എന്റർടൈൻമെന്റ്. എന്ത് എന്റർടൈൻമെന്റ് ആണോ എന്തോ നമ്മുടെ എന്റർടൈൻമെന്റ് തന്ത. സോറി ബൈ, റോക്കി പാപ്പന്റെ എന്റർടൈൻമെന്റ് തന്ത മരിക്കുന്നു. ചത്ത തന്തയെ കാണാൻ പോകുന്ന എന്റർടൈൻമെന്റിനെ കുറച്ചു പേർ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതറിഞ്ഞ നമ്മുടെ റോക്കി പാപ്പൻ മസ്റ്റാങ്കിൽ മാസായി വന്ന് ജീപ്പിന്റെ മൂട്ടിലിട്ടൊരു ഇടിയുണ്ട്. മസ്റ്റാങ്ക് കൊണ്ടൊരു ജീപ്പിനെ ഇടിച്ച് അത് വേറെ ജീപ്പിന്റെ മണ്ടയിൽ വീണ് അതും പൊട്ടിത്തെറിച്ച് എന്റെ പൊന്നോ, അത് മസ്റ്റാങ്ക അതാ ഭാരത് ബെൻസിന്റെ ലോറിയാ. എന്നിട്ടൊരു മാസ് ഫൈറ്റ് ഒക്കെ ചെയ്ത് അവളെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ ഒറ്റക്കുണ്ടാക്കാന്ന് വെച്ച് പോയതാ. ഇപ്പൊ എന്തായി? അവളെ രക്ഷിക്കാനും പറ്റിയില്ല, വെടിയും കൊണ്ട്. എന്നാൽ ഇവരെ രണ്ടുപേരെ രക്ഷിക്കാൻ വേറെ ആൾക്കാർ വരേണ്ടി വന്നു. ഒരു വെടിക്കൊന്നും ചാവേണ്ടവനല്ല നമ്മുടെ റോക്കി പാപ്പൻ. ചങ്കിത്തറച്ച ബുള്ളറ്റ് എടുത്ത് തിരിച്ചു വന്ന് നമ്മുടെ റോക്കി പാപ്പൻ ശേഷം റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഇനായ് അലിന്റെ അടുത്ത് പോയി കുറച്ച് കലാഷ്നിക്കാവ് വാങ്ങി അധീരയെ പേടിപ്പിക്കുന്നു. അധീരമാമൻ പേടിക്കുന്നില്ല. എന്നിട്ട് അധീരമാമൻ എന്റർടൈൻമെന്റിനെ കൊല്ലുന്നു. ഇത് കണ്ട പാപ്പൻ അധീരയെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഈ പൊല്ലാപ്പെല്ലാം ഉണ്ടാക്കി വെച്ച ഗുരുപാണ്ഡിനെ പാർലമെന്റിൽ വെച്ച് കൊല്ലുന്നു. ഇത് കണ്ട റമീകാസൻ ഏറ്റവും വലിയ കൊല്ലാപ്പായ നമ്മുടെ റോക്കി പാപ്പനെ കൊല്ലുന്നു. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 2. Violence, violence, violence. I don't like it, but violence likes me. I can't do what. ആദ്യം നമ്മുടെ റോക്കി പാപ്പന്റെ തള്ളക്കാണ് ഒരു അടി കിട്ടേണ്ടത്. എനിക്ക് നീ ഒരു വാക്ക് തരണം. നീ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയണ്ട. എന്നാ നീ മരിക്കുമ്പോ അതിപ്രബലനായ സമ്പന്നനായ ഒരാളായി മരിക്കണം. ഓരോ വാക്ക് വാങ്ങിച്ചു വെച്ച് ചെക്കനെ വഷളാക്കി നല്ലാണ്ട് എന്താ പറയാ. പാവം നമ്മുടെ എന്റർടൈൻമെന്റ് റോക്കി പാപ്പനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു വരികയായിരുന്നു. അപ്പോഴേക്ക് ചത്തുപോയി. അങ്ങനെ തന്നെ സ്നേഹിക്കാതിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയുസ് നീട്ടി കിട്ടിയാനെ. റോക്കി പാപ്പൻ എന്റർടൈൻമെന്റിന് കറണ്ട് ഇല്ലാത്തപ്പോ ഹെലികോപ്റ്റർ പറത്തി കാറ്റ് കൊടുത്തു നമ്മുടെ റോക്കി പാപ്പൻ. ഡെഡിക്കേഷൻ ഫോർ എന്റർടൈൻമെന്റ്. പപ്പടം ശ്രദ്ധിക്കും. ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്. നമ്മുടെ റോക്കി പാപ്പൻ ചത്തു. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. എന്നാലും ഇതിനുമുണ്ട് മൂന്നാം ഭാഗം. ചാപ്റ്റർ 1 റോക്കി പാപ്പൻ ഗരുഡനെ കൊന്നു. ചാപ്റ്റർ 2 റോക്കി പാപ്പൻ അധീരമാമനെ കൊന്നു. അവിടെ റോക്കി പാപ്പനും ചത്തു. ചാപ്റ്റർ 3 ആരാണോ ചാവാൻ പോകുന്നത്? Congratulations. I love you.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ്. അടുത്ത ഒരു വലിയ പടവുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. ഓൺലി ഫോർ ഫണ്ണേ.